ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം മുതൽ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യ നിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധ അനുഭവാനന്ദ സ്വാത്മലാഭ അധിഗമ സുഖ ദുഃഖയോർ ദ്വന്ദ്വനിമിത്തയോർ അസംഭാവിത ദേഹാഭിമാനഃ. നിത്യ നിവൃത്ത നിമിത്ത, പിന്നെ സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മ ലാഭാധിഗമ, പിന്നെ ദ്വന്ദ്വനിമിത്തയോ സുഖദുഃഖയോ അസംഭാവിത ദേഹാഭിമാനഃ. വാക്കുകളെല്ലാം കിട്ടിയല്ലോ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. നിത്യ നിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മ ലാഭാധിഗമ സുഖദുഃഖയോർ ദ്വന്ദ്വനിമിത്തയോർ അസംഭാവിത ദേഹാഭിമാനഃ. നിത്യനിവൃത്ത നിമിത്ത, നിത്യനിവൃത്ത കാര്യങ്ങളിൽ ആത്യന്തികമായിട്ട് അതിനെ അതിക്രമിച്ച് കടന്നവനും സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ ലാഭാധിഗമ, സ്വസിദ്ധ വിശുദ്ധ അനുഭവാനന്ദ ആത്മലാഭാധിഗമ. അത് പറഞ്ഞാൽ തന്നിൽ തന്നെ ഇരിക്കുന്നതും വളരെ ശുദ്ധമായി അനുഭവപ്പെട്ടിരിക്കുന്നതുമായ ആത്മലാഭത്തെ അറിഞ്ഞവനും, അതുപോലെ ദ്വന്ദ്വനിമിത്തയോ ദ്വന്ദ്വങ്ങളാകുന്ന കാരണത്തോടു കൂടി, അതായത് സുഖം ദുഃഖം, അത് ദ്വന്ദ്വങ്ങൾ നമ്മളെപ്പോഴും പറയുന്നതാണ്. സുഖം ദുഃഖം മാനാഭിമാനം ശീത ഉഷ്ണം, അങ്ങനെ ആ ദ്വന്ദ്വങ്ങളെ അസംഭാവിത ദേഹാഭിമാനക, അത് ദേഹാഭിമാനത്തോടു കൂടി സംഭവിക്കാതിരിക്കുന്ന ദേഹാഭിമാനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ദേഹാഭിമാനമില്ലാത്ത അവനും കൂടിയായിരുന്നു. ഇവൻ അത് പശുപ്രായമായിരിക്കുന്ന പ്രാകൃത ജനങ്ങൾ ഈ ആളിനെ ഇതിനകത്ത് ആഖ്യാനം വ്യാഖ്യാനിച്ച ആൾ എഴുതിയിരിക്കുന്നത് കാര്യം ഞാനൊന്ന് വായിക്കാമേ. ശൂന്യന്മാരും വിവേക ഇല്ലാത്തവരും പശുപ്രായന്മാർ, അതായത് മൃഗതുല്യമായ സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന പ്രാകൃത ജനങ്ങൾ ഇവനെ ഭ്രാന്തൻ, ജഡൻ, ബധിരൻ എന്ന് വെച്ചാൽ കാണാൻ മേലത്ത് കേൾക്കാൻ മേലത്ത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അതാ. അപ്പോൾ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം അത് രണ്ടും കൂടെ കൂട്ടിയൊന്ന് അതിനേക്ക് ഒരു വിശദീകരണം നൽകുന്നതേ ഉള്ളൂ. എന്നിങ്ങനെ ഈ ജഡഭരതനെക്കുറിച്ച്, അങ്ങനെ ആ ജഡഭരതൻ ഒരു പേരും അങ്ങിട്ടു. ജഡൻ, ഭ്രാന്തൻ, ബധിരൻ എന്നിങ്ങനെ പറയുമ്പോൾ ആ മാതിരിക്കാരെ പോലെ തന്നെ സംസാരിക്കും. ചിലർ അവനെക്കൊണ്ട് അതുപോലെ തന്നെ സംസാരിക്കും. ഈ ഭ്രാന്തൻ എന്നെ പെരുമാറും. ബലം പ്രയോഗിച്ച് പ്രവൃത്തി എടുപ്പിക്കും. ചിലർ അവരുടെ നിർബന്ധം അനുസരിച്ചും പ്രവർത്തിക്കും. ഈ ആൾ കൂലി നിശ്ചയിക്കാതെ അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ച ശേഷം അവർ സ്വയമേവ മനസ്സാ വല്ലതും കൊടുക്കും. വല്ലതും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കും, അല്ല അത് കിട്ടിയില്ലെങ്കിലോ അത് കിട്ടാതെ അതിന് വേണ്ടിയിട്ട് പിന്നെ ചോദിക്കത്തൊന്നുമില്ല. ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, ചിലപ്പോൾ യാചിക്കും, ചിലപ്പോൾ യഥേച്ഛയായി ലഭിക്കുന്നത് ഭക്ഷിക്കും. അങ്ങനെ നിശ്ചിതമായ ഒരു ദിനചര്യ ഇല്ലാത്ത ജീവിതം, തോന്നിയ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കഴിക്കും, ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. തോന്നിയ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണെങ്കിൽ കഴിക്കുക. അത് നല്ലതാണോ ചീത്തയാണോ ഒന്നും നോക്കില്ല. ഭക്ഷണം നല്ലതാണെങ്കിലും കഴിക്കും, ചീത്തയാണെങ്കിലും കഴിക്കും. അങ്ങനെ ആത്മസ്വരൂപം എന്ന അനുഭവം ഉണ്ടായതിനാൽ അദ്ദേഹത്തിന് ആത്മസ്വരൂപം, താൻ ആത്മസ്വരൂപിയാണ്, അതായത് താൻ തന്നെയാണ് ഭഗവാൻ. എന്നിലും ബാക്കിയുള്ള ചരാചര ജീവികളിലും സ്ഥാവര ജംഗമം ആയിട്ടുള്ള എല്ലാത്തിലും ഇരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് എന്നിലും കുടികൊള്ളുന്നത്. അപ്പം ഞാനും ഒരു ഭഗവാനാണ്, ഞാനും ഭഗവാനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആത്മബോധം അത് നന്നായിട്ട് മനസ്സിലാക്കി. ദേഹാഭിമാനം അതുകൊണ്ടാണ് ഇല്ലാതായത്. അങ്ങനെയൊരു കാര്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ദ്രിയപ്രീതി, അതുകൊണ്ടാണ് ആ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ ഒട്ടും തന്നെ ആഗ്രഹിക്കാതിരുന്നത്. ആത്മാനന്ദം ലഭിച്ചതുകൊണ്ടാണ്.
12 ശീതോഷ്ണവാതവർഷേഷു വൃഷ ഇവ അനാവൃതാംഗ പീന സംഹനനാംഗ സ്തണ്ടില സംവേശനാൻ അമജ്ജന രജസ മഹാമണിരിവ നഭിവ്യക്ത രജസ മഹാമണി ഇവ അനഭിവ്യക്ത മഹാമണി ഇവ അനഭിവ്യക്ത ബ്രഹ്മവർച്ചസഃ കുപടാവൃത കടിർ ഉപവീതേനൊരു മഷിണ. അപ്പോൾ അതാണ് ഒന്നിച്ച് പറഞ്ഞപ്പോഴാണ് ഉപവീതേനൊരു മഷിണ. ഉപവീതേന ഒരു മഷിണ. ഉപവീതേന എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിച്ചാൽ അത് ഉപവീതന പൂണൂല്. ദ്വിജാതിരീതി ബ്രാഹ്മണ ജാതിയാണെന്നും ബ്രഹ്മബന്ധു ബ്രാഹ്മണ അധമനാണെന്നും ബ്രാഹ്മണരുടെ ഒരു ബന്ധു അതായത് അധമ ബ്രാഹ്മണനിൽ തന്നെ അധമനാണെന്നും സംജ്ഞയാ അജ്ഞാന അവമതോ അതജ്ഞജനാവമത അങ്ങനെയാണ് അല്ലേ. സംജ്ഞയാ അതജ്ഞജനാവമതോ അതജ്ഞജനാവമത അങ്ങനെ വേണം വായിക്കാൻ. അതജ്ഞജനാവമത അതറിയാത്ത അതറിയാത്ത ജനാവമത ജനത്താൽ അവമതനായിട്ട് അപമാനിക്കപ്പെട്ടവനായിട്ട് വിചചാര സഞ്ചരിച്ചു. ഒന്നുകൂടെ വായിക്കാം. അതാ സംജ്ഞയാ അതൊന്ന് വായിക്കണേ. സംജ്ഞയാ അവിടെ നിർത്തിയിട്ട് സംജ്ഞയാ അതജ്ഞ അവിടെ കോമായിട്ട് ജനാവമത അങ്ങനെ വായിച്ചാൽ മതി. സംജ്ഞയാ യതജ്ഞ ജനാവമതോ വിചചാര. സംജ്ഞയ കഴിഞ്ഞ് കോമ ഇടുക. സംജ്ഞയാന്ന് നീട്ടി തന്നെയാണ്. സംജ്ഞയാ അതജ്ഞ കേട്ടോ. സംജ്ഞയാ അതജ്ഞ അവിടെ കോമ ഇടുക. പിന്നെ ജനാവമതോ ജനങ്ങളെപ്പോലെ അതജ്ഞ അതാ അറിയാൻ വയ്യാത്ത ജനങ്ങളെപ്പോലെ വിചചാര. ഇപ്പോൾ കിട്ടിയില്ലേ. ശീതോഷ്ണവാതവർഷേഷു ശീതം തണുപ്പ് ഉഷ്ണം ചൂട് ഈ ദ്വന്ദ്വങ്ങൾ വാതം കാറ്റ് വർഷം മഴ എന്നിവയിൽ കാള എന്ന പോലെ അനാവൃതാംഗ ശരീരത്തെ ആച്ഛാദനം ചെയ്യാത്തവനും മറയ്ക്കാത്തവനും അനാവൃതാനാംഗ ശരീരത്തെ മറയ്ക്കാത്തവനും പിന്നെ പീന വളരെ ഇങ്ങനെ എന്താ നമ്മൾ പറയല്ലേ തടിച്ച ശരീരമുള്ള അതുപോലെ വണ്ണം വെച്ച വണ്ണമുള്ള ശരീരമുള്ളവനും തടിച്ച ശരീരപ്രകൃതിയുള്ളവനും സംഹനനാംഗ അതുപോലെ തന്നെ സംഹനനാംഗങ്ങളൊക്കെ ഉള്ളതാണ്, നല്ല ബലമുള്ളതാണ്. അവയവങ്ങളോട് കൂടിയ അവനും സ്തണ്ടില നിലത്ത് സംവേശനം സ്തണ്ടില കഴിഞ്ഞ് കോമായിട്ടോ കേട്ടോ. സംവേശന
കിടപ്പ് സംവേശനം നിലത്തുള്ള കിടപ്പ്. അനുന്മർദ്ദം എന്ന് വെച്ചാൽ അഭ്യംഗ സ്നാനം എന്നൊക്കെ പറയല്ലേ നമ്മൾ തേച്ച് കുളിയൊക്കെ, എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നതാണ്. സണ്ടിൽ ഉന്മർദ്ദന ഉന്മർദ്ദന അമജ്ജനം മക്കളൊന്നുമില്ലാത്ത, സന്താനമില്ലാത്ത. കിട്ടിയോ? അമജ്ജനം സന്താനമില്ലാത്ത, കുളിയില്ലാത്ത. അമജ്ജനം എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കാന്നൊക്കെ ഉള്ളതല്ലേ അമജ്ജനം. അതുപോലെ അമജ്ജന സ്നാനമില്ലാത്ത. രജസ് എന്ന് പറയുന്നത് എന്താ, ഒരു അഴുക്ക് പിടിച്ച അതാ ഒരു ഉദ്ദേശം നമ്മൾ എടുത്താൽ മതി. ചെളി കൊണ്ട് മഹാമണി, ഒരു മഹത്തായ കല്ല്. അനഭിവ്യക്ത ബ്രഹ്മവർച്ചസ അനഭിവ്യക്ത എന്ന് വെച്ചാൽ വ്യക്തമല്ലാത്ത അല്ലേ, അനഭിവ്യക്ത നമുക്ക് ശരിക്കും മനസ്സിലാകാത്ത അസ്പഷ്ടമായ ബ്രഹ്മവർച്ചസ ബ്രഹ്മതേജസ്സോടു കൂടിയവനും. കുപടാവൃത കടി എന്തോ ഒരു വസ്ത്രം കൊണ്ട്, എന്തോ അത്ര നല്ലതൊന്നുമല്ല, എന്തോ ഒരു നന്നായിട്ടുള്ളതല്ലാത്ത ചെളി പിടിച്ച് ചുരുട്ടി പറഞ്ഞ് കിടക്കുന്ന ഏതോ ഒന്ന് കൊണ്ടാൽ മറയ്ക്കപ്പെട്ട അവിടെ അരക്കെട്ട് മാത്രം ഒന്ന് മറച്ചിട്ടുണ്ട്. അത് ഒരു വൃത്തിയുള്ളതൊന്നുമല്ല, വേണ്ട വിധവുമല്ല. അതാണ് കുപടാവൃത കടി. ഉന്മിഷണ വളരെ ഉന്മിഷമായിട്ട് വളരെ വൃത്തികെട്ട ചെളി പിടിച്ച മുഷിഞ്ഞ. ഉപവീതേന പൂണൂലിനാൽ. എല്ലാ വർഷവും മാറുമല്ലേ, അത് വൃത്തികേടാകുന്ന തന്നെയാണ് അത്. പക്ഷേ അതങ്ങ് വൃത്തികെട്ടാണ് കിടക്കുന്നത് പൂണൂല്. ദ്വിജാതിപിരി, ഇത് ബ്രാഹ്മണ ജാതിയാണെന്നും ഈ ആൾ ബ്രാഹ്മണ ജാതിയാണെന്ന് ബ്രാഹ്മണരിൽ തന്നെ ബന്ധു, അവരുടെ ഒരു ബന്ധുവാന്നേ ഉള്ളൂ. ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ അവർ ഒരു അധമ ബ്രാഹ്മണനായിട്ട് സംജ്ഞയ ആ പേരാൽ അതജ്ഞ അവനെ അറിയാത്ത ജനങ്ങളാൽ അവമാനിക്കപ്പെട്ട് വിചചാര അങ്ങനെ സഞ്ചരിച്ചു. അത്രയേ ഉള്ളൂ. ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്, പക്ഷേ അധമനായിട്ട് എല്ലാവരും എടുത്തുള്ളൂ. ആ ഒരു വൃത്തിയില്ലാത്ത ആളായതുകൊണ്ട് എല്ലാവരും അവനെ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ട ഒരാളെങ്ങനെ ഇരിക്കും? വൃത്തികെട്ട രീതിയിലാണ് നടക്കും, ഒന്നും ചെയ്യത്തുമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, വേണ്ട വിധം ഒന്നും ശരീരം ബോധമില്ലാതെ നടക്കുന്ന ഒരാൾ. അങ്ങനെ കരുതിയാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. അതിനകത്ത് ഈ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും തപ്പുന്നത് കേട്ടോ. ശീതോഷ്ണ വാതവർഷേഷു വൃഷ ഇവ അനാവൃതാംഗ പീന സംഹനനാംഗ സ്തണ്ടില സംവേശനാൻ ഉന്മർദ്ദന അമജ്ജന രജസ കുളിയില്ലാതെ. രജസ മഹാമണിരിവ അനഭിവ്യക്ത മഹാമണിരിവ കഴിഞ്ഞിട്ട് ആ നായുടെ മുകളിലായിട്ട് വായുടെ ഇടയ്ക്കും എഴുതിയാൽ മഹാമണിരിവ അനഭിവ്യക്ത എന്ന് വായിക്കും. ബ്രഹ്മവർച്ചസ കുപടാവൃത കടി, അവിടം വരെ ഒന്നിച്ചാണ്. കുപടാവൃത കടിർ ഉപവീതേന അത് പൂണൂലെന്നും വേണമെങ്കിൽ അടയാളപ്പെടുത്തി എഴുതി വെച്ചോ. ചെറിയ വാക്കൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴേലൊക്കെ ഉപകരിക്കും. ഉപവീതേന ഉരുമഷിണ എന്നിരിക്കണം. ഉപവീതേനും ഒരു മഷിണ എന്നുള്ളത് വായിക്കാൻ, അല്ലെ കുപടാവൃത കടി കഴിഞ്ഞിട്ട് ഉപവീതേനൊരു മഷിണ എന്ന് വായിക്കാൻ പറ്റുന്നെങ്കിൽ വായിച്ചോളൂ. പക്ഷെ അവിടെ തെറ്റരുത്. തെറ്റുവാണെങ്കിൽ ഉപവീതേന ഒരു മഷിണ എന്ന് വായിച്ചോണം. ദ്വിജാതിരീതി ബ്രഹ്മബന്ധുരീതി സംജ്ഞയാ തത് അജ്ഞ
സംജ്ഞയാ തദജ്ഞ തജ്ഞ 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 എന്നാത്. ജനാവമതോ വിചചാര തത് അജ്ഞ. ഒരു പ്രയാസം പോലെ തോന്നും അവിടെ കണ്ടാൽ. അതജ്ഞ സംജ്ഞയാ അതജ്ഞ കേട്ടോ, അങ്ങനെ വാക്കാണ്. സംജ്ഞയാ കഴിഞ്ഞിട്ട് ആ യായുടെയും തായുടെയും ഇടയിലൊരു ആ എഴുതുക, അപ്പോൾ ശരിയാകും. ആയുടെയും തായുടെയും കൂടി ഇടയ്ക്കൊരു അല്ല യായുടെയും തായുടെയും കൂടി ഇടയ്ക്കൊരു അതജ്ഞ എന്ന് വായിക്കരുത്. അപ്പം അതജ്ഞ ജനാവമത വിചചാര. 13 യഥാതു പരത ആഹാരം കർമ്മവേദനത ഈഹമാന സ്വഭാതൃഭിരപി കേദാരകർമ്മണി നിരൂപിതസ്തദപി കരോതി കിന്തു ന സമം വിഷമം ന്യൂനമധികമിതി വേദ കണപിണ്യാക ഫലീകരണ കുൽമാഷ സ്ഥാലീപുരീഷാദീനി അപി അമൃതവദാഭ്യവഹരതി. വാക്കുകളിലേക്കൊന്ന് നോക്കാമേ. യഥാതു പരത കർമ്മവേദന ആഹാരം കർമ്മവേദനത ആഹാരം ഈഹമാന സ്വഭ്രാതൃഭിർ അപി കേദാരകർമ്മണി നിരൂപിതസ്തദപി കരോതി കിന്തു ന സമം വിഷമം ന്യൂനമധികമിതി ന വേദ അധികമിതി വേദ കണപിണ്യാക ഫലീകരണ കൽമാഷ എന്നാണ് വാക്ക്. കൽമാഷ എന്ന് മതി. ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ. കൽമാഷ സ്ഥാലീപുരീഷാദീനി കൽമാഷം സ്ഥാലീപുരീഷാദീനി അപി അമൃതവത് അഭ്യവഹരതി. അങ്ങനെ എല്ലാം കിട്ടിയില്ലേ? അഭ്യവഹരതി എന്നാണ് വാക്കുകളൊക്കെ. ഇത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ചില വാക്കുകളുടെ അർത്ഥം ഒന്ന് പറഞ്ഞേക്കാമേ. എന്നാൽ വേദം അറിയുന്നില്ല. കണപിണ്യാക എന്ന് പറഞ്ഞില്ലേ? കണപിണ്യാക, അതായത് കണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നുറുക്കരി, പിണ്യാകം എന്ന് പറഞ്ഞാൽ പിണ്ണാക്ക്, ഫലീകരണം എന്ന് പറഞ്ഞാൽ ഉമി. ബാക്കി നെല്ലിൻ്റെ അതിന് പോകുന്നതല്ലേ ഫലീകരണം, ഉമി. കൽമാഷം എന്ന് പറഞ്ഞാൽ പുഴുക്കുത്തുള്ള ഉഴുന്ന്. ഇതൊന്നും നമുക്ക് അർത്ഥം അറിയാൻ വയ്യാത്ത വാക്കുകളാണ്. ഉഴുന്ന് അത് നല്ലതല്ലാത്തത്. കൽമാഷം കേൾക്കുന്ന കൽമഷം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. സ്ഥാലീപുരീഷാദീനി അപി, പാത്രത്തിനടിയിൽ സ്ഥാലീപുരീഷാദീനി അപി, അതത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പുരീഷ അഴുക്കായിട്ടിരിക്കുന്ന ആ പാത്രത്തിൽ അടി പിടിച്ചാന്ന് പറയില്ല, അടിക്ക് പിടിച്ച കഴിഞ്ഞ് പറ്റിയിരിക്കുന്ന ആ അന്നം ഇനി എന്നിവയെയും അമൃതത്തെ എന്ന പോലെ അമൃത പോലെ അഭ്യവഹരതി ഭക്ഷിക്കും. അതായത് അതിൻ്റെ ഗുണം ദോഷം ഒന്നും നോക്കാതെ നല്ലതോ ചീത്തയോ എന്നൊന്നും അറിയാതെ കിട്ടുന്നത് എന്തോ അത് കഴിക്കുമെന്നാണ് ചുരുക്കം പറഞ്ഞത്. പക്ഷേ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കണം പൊടിയരി ഇതിനകത്ത് എഴുതിയിട്ടുമുണ്ട് എനിക്ക് കിട്ടിയ ബുക്കിനകത്ത്. കണം പൊടിയരി, പിണ്യാകം പിണ്ണാക്ക്, ഫലീകരണം ഒമി, കൽമാഷം പുഴുക്കുത്തുള്ള ഉഴുന്ന്. ഇതൊന്നും നമുക്ക് പിന്നീടൊന്നും പ്രയോജനമുള്ള വാക്കുകളൊന്നും അല്ലെങ്കിലും കരുതിയിരിക്കുക അത്രേ. അതുപോലെ ആർക്കെങ്കിലും കർമ്മം ചെയ്തു കൊടുക്കുന്ന കൂലി കൊണ്ട് ആ അവസരത്തിൽ ജ്യേഷ്ഠന്മാർ പറയും,
ഈ ജോലി എടുക്കുക, ഞങ്ങൾ ആഹാരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോലിയിൽ ഏർപ്പെടും, ആ പ്രവൃത്തിയും ചെയ്യും. അങ്ങനെ ആ കൃഷിസ്ഥലത്തിലാണെങ്കിൽ അത് സ്ഥാണുവാണോ പൊക്കത്തിലാണോ നല്ല ഉയർന്ന സ്ഥലമാണോ വളമിടാമോ ഇട്ടുകൂടെയോ ഒന്നുള്ള അറിഞ്ഞില്ല. അവർ പറയുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സ് ആത്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ആയതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെ അദ്ദേഹം സംതൃപ്തനാണ്. അമൃതം എന്ന പോലെ തന്നെ എന്ത് കിട്ടിയാലും ഭക്ഷിക്കും. അത്രയേ ഉള്ളൂ. എല്ലാ വാക്കുകളും കിട്ടിയിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ സംശയമുണ്ട്, ഒന്നുകൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതത്ര അല്ലേ ഇങ്ങ് പോകത്തില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ. യഥാതു പരത ആഹാരം കർമ്മ വേദനത ഈഹമാന സ്വഭ്രാതുഭിരപി കേദാരകർമ്മണി നിരൂപിതസ്തദാപി കരോതി കിന്തു ന സമം വിഷമം ന്യൂനമധികമിതി വേദ കണപിണ്യാക ഫലീകരണ കുൽമാഷ സ്ഥാലീപുരീഷാദീനി അഭി അമൃതവത് അഭ്യവഹരതി. കഥാചിത് കശ്ചിത് വൃഷളഭദ്രകാള്യൈ പുരുഷ പശുമാലഭതാപത്യകാമഹ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കെ കഥാചിത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കശ്ചിത് വൃഷളപതി ഒരു ശൂദ്രനായിരിക്കുന്ന ഒരു പ്രമാണിയായിരിക്കുന്ന ആൾ അപത്യകാമ എന്ന് വെച്ചാൽ പുത്രനെ ആഗ്രഹിച്ച പുത്രന്മാരുണ്ടാകാതെ അതിനു വേണ്ടിയിട്ട് സന്താനത്തെ ആഗ്രഹിക്കുന്ന ഒരാൾ ഭദ്രകാളിക്കായിക്കൊണ്ട് ഒരു മനുഷ്യനെ ഹിംസിക്കാൻ, അതായത് ബലി കൊടുക്കാൻ, ഹിംസിക്കാൻ പുറപ്പെട്ടു. ഭദ്രകാളിക്കൊരു പുരുഷനെ ബലി കൊടുക്കാനായിട്ട് ഒരുങ്ങി അയാൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. 15 തസ്യ ദൈവമുക്തസ്യ പശോ പദവീം തദനുചര പരിധാവന്തോ നിശീഥസമയെ തമസാവൃതായാമ അധിഗതപശവാം ആകസ്മികേന അനധിഗതപശവ ഗതപശവ അങ്ങനെയാണ്. തമസാവൃതായാം അനധിഗത പശവ. തമസാവൃതായാം എന്ന് വായിക്കണം, അപ്പം ശരിയാകും. തമസാവൃതായാം അനധിഗത പശവ ആകസ്മികേന വിധിന കേദാരാൻ വീരാസനേന മൃഗവരാഹാദിഭ്യ സംരക്ഷമാണമങ്കിരപ്രവരസുതം അപശ്യൻ. അങ്കിരപ്രവരൻ്റെ സുതനായ ആളിനെ കണ്ടു. ആര്? ഈ ശൂദ്രപ്രമാണിയായിട്ടുള്ള ആൾ. ദൈവമുക്തസ്യ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് തസ്യ പശു അവൻ്റെ പശുവിനെ പദവി മാർഗത്തെക്കുറിച്ച് തദനുചര അവൻ്റെ ഭൃത്യന്മാർ പരിധാവന്ത അന്വേഷിച്ച്, അതായത് ഒരു ആളിനെ തപ്പി നടക്കുക ഒരു ബലി കൊടുക്കാനായിട്ട്. അവരുടെ ഭൃത്യന്മാർ പരിധാവന്ത അന്വേഷിച്ച് നടക്കുന്നവരായിട്ട് താമസ ആവൃതയ, അതായത് ഇരുണ്ട സമയത്ത്. തമസം എന്ന് പറഞ്ഞാൽ ഇരുട്ടല്ലേ, ഇരുട്ട് കൊണ്ട് ആവൃതമായിരിക്കുന്ന നിശീഥ സമയെ രാത്രിയിൽ അർദ്ധരാത്രി സമയത്ത് അനധിഗത പശുവിനെ കിട്ടാത്തവരെ, അതായത് ബലി കൊടുക്കാനുള്ള ഇതിനെ കിട്ടാതായിട്ട് ആകസ്മികേന വിധിന എന്തുകൊണ്ടോ വിധി അനുസരിച്ച് എന്തുകൊണ്ടോ ആകസ്മികേന വിധിന എന്തുകൊണ്ടെന്നറിയപ്പെടുവാൻ കഴിയാത്ത അദൃഷ്ടത്താൽ മൃഗവരാഹ അതിഭ്യ മാൻ പന്നി മുതലായവയിൽ നിന്ന് കേദാർ എന്ന് പറഞ്ഞാൽ കേദാരാൻ കണ്ടോ, ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കൃഷിസ്ഥലം, അതാണ് കേദാരാൻ. കൃഷിസ്ഥലങ്ങളിലെ വീരാസനത്തിലിരുന്നു കൊണ്ട് ഒരു കാൽമേൽ മറ്റേ കാലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. വീരാസനത്തിലിരുന്നു കൊണ്ട് സംരക്ഷമാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ അങ്കിരപ്രവരസുതം, പിന്നെ വംശത്തിൽ ജനിച്ചവനായ ആ ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ പുത്രനാണല്ലോ ഇദ്ദേഹം. അപ്പോൾ ആ രാജാവല്ല ബ്രാഹ്മണൻ്റെ അങ്കിരസിൻ്റെ കുലത്തിൽ ജനിച്ചവെന്ന പുത്രനെ, അതായത് ഈ ജഡഭരതനെ അപശ്യൻ കണ്ടു. വാക്കുകളെല്ലാം മനസ്സിലായി, വാക്കുകൾ പദം പിരിക്കേണ്ടത് മനസ്സിലായി. തസ്യ ദൈവമുക്തസ്യ പശോ പദവീം തദനുചര പരിധാവന്തോ നിശീഥ സമയെ തമസ ആവൃത
ആയ ആവൃതായ അനധികത പശവ. ആവൃതായ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അനധികത എന്ന് വായിക്കണം. മാ വെട്ടിയിട്ട് അനധികത. അനധികത പശവ ആകസ്മികേന വിധിന കേദാരാൻ വീരാസനേന മൃഗവരാഹാദിഭ്യ സംരക്ഷമാണ മാണം അങ്കിര പ്രവരസുതം അപശ്യൻ. ഈ മൃഗങ്ങളെയൊക്കെ ഈ പിന്നെ പാടത്ത് പന്നി, പിന്നെ അതുപോലെ മൃഗങ്ങൾ ഒക്കെ, മാൻ, പന്നി മുതലായവയുടെ ശല്യം ഉണ്ടാകും ഈ കൃഷിസ്ഥലത്ത്. അത് നോക്കാനായിട്ട് ആളിനെ ഇരുത്തിയിരിക്കുക നമ്മുടെ ജഡഭരതനെ. അത് വീരാസനത്തിലിരുന്ന് അതിനെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ കണ്ടു. നല്ല ഒത്ത ആരോഗ്യമുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ, വണ്ണമുള്ള ആളാണെന്ന്. അപ്പം നല്ല ഒരാളാണ്, ഒരു ബ്രാഹ്മണനെ തന്നെ കിട്ടി. അപ്പോൾ അവർ ആ ദൂതന്മാർ പോയതാ ഈ ശൂദ്രൻ രാജാവല്ല, ശൂദ്ര പ്രമാണിന്നേ ഉള്ളൂ. അങ്ങ് ആ ആളിനെ കിട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? പുത്രലാഭത്തിന് വേണ്ടി ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ ഒരാളിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അവർ. ബലിമൃഗത്തെ. ബലിമൃഗം എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യനായതുകൊണ്ട് മനുഷ്യനെ, പശു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു ജീവിയെ, അതായത് ഇവിടെ മനുഷ്യൻ തന്നെയാണ് ബലി കൊടുക്കാനായിട്ട്. നീ നോക്കിയപ്പോൾ നല്ല ഒത്ത ഒരു എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാളിനെ കണ്ടു. അഥ ഏനമനവദ്യലക്ഷണം അവമൃശ്യ ഭർതൃകർമ്മ നിഷ്പത്തിം മന്യമാനാബദ്ധ്വാ രശനയാ ചണ്ഡികാഗൃഹം ഉപനിന്യുർ മുദ വികസിതവദനാഹ. അഥ തേ ഉടൻ അവർ ഇവനെ അനവദ്യ ലക്ഷണം, ദോഷമില്ലാത്ത ലക്ഷണമുള്ളവൻ വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലക്ഷണമൊത്ത ഇത് മൃഗമായിരിക്കണം ബലി കൊടുക്കപ്പെടേണ്ടത്. അങ്ങനെ നിയമമുണ്ട്. കൊള്ളുകലത്തോ അന്നേരം കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, എല്ലാം തികഞ്ഞു വരണം. അപ്പോൾ ഇത് ലക്ഷണമൊത്ത അനവദ്യ ലക്ഷണം, ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരാളിനെ കിട്ടിയിട്ട് അവമൃശ്യ ആലോചിച്ചിട്ട് ഭർതൃകർമ്മ നിഷ്പത്തി, അതായത് തങ്ങളുടെ യജമാനൻ്റെ, ഭർത്തൃ എന്ന് പറഞ്ഞാൽ ഇവിടെ യജമാനൻ തന്നെയുള്ള അർത്ഥം കേട്ടോ. യജമാനൻ സ്വാമിയുടെ കാര്യസിദ്ധിയെ മന്യമന അത് മനസ്സിലാക്കിയിട്ട് അത് തീർച്ചപ്പെടുത്തി. രശന കയറ് ബന്ധിച്ചിട്ട് മുത വളരെ സന്തോഷം കൊണ്ട് വികസിച്ച മുഖത്തോടു കൂടിയവരായിട്ട് കാളീക്ഷേത്രത്തിൽ ചണ്ഡികാദേവി കാളിദേവി ഗൃഹം വസിക്കുന്ന സ്ഥലം ഏതാണ്? ഭഗവതിയുടെ ക്ഷേത്രം. ഉപനിന്യു പ്രാപിച്ചു. വായിച്ചിട്ട് എല്ലാ അർത്ഥം നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എങ്ങനെ വായിച്ചാൽ മതി? അധ ഏനം അനവദ്യ ലക്ഷണം അവമൃശ്യ കണ്ടിട്ട് ഭർതൃകർമ്മ നിഷ്പത്തി മന്യമാന ബദ്ധ്വ രശനയ കയറുകൊണ്ട് ബദ്ധ്വ ചണ്ഡികാഗൃഹം ഭദ്രകാളി ക്ഷേത്രം ഉപനിന്യൂർ മുത പ്രാപിച്ചു. ഉപനിന്യൂർ എന്ന് വെച്ചാൽ അവിടെ ചെന്നു. മുത വികസിതവദന സന്തോഷം കൊണ്ട് വികസിച്ച മുഖത്തോടു കൂടിയവരായിട്ട് ഈ ഭൃത്യന്മാർ ആ ദേവിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അധ 17 അധ പണയസ്തം സ്വവിധിനാഭിഷിച്യ അഹതേന ആ നീട്ടില്ല, സംവിധിന അഭിഷിച്യ അഹതേന വാസസാച്ഛാദ്യ ഭൂഷണാലേപ സ്രക് തിലകാദിഭിർ ഉപസ്കൃതം ഉപസ്കൃതം ഭുക്തവന്തം ധൂപ ദീപ മാല്യ ലാജ കിസലയ അങ്കുരഫലോപഹാര ഉപേതയ. ഒന്നിച്ച് വായിച്ചാൽ മതി. കിസലയാ ധൂപ ദീപ മാല്യ ലാജ കിസലയാങ്കുരഫലോപഹാരോപേതയ. ഒന്നിച്ച് വായിക്കുക ആ വാക്കുകൾ. ധൂപം, ദീപം, മാല, മലര്, ഇളം തളിര്, ദൂർവ മുതലായ നൈവേദ്യത്തോടു കൂടി വൈശസംസ്ഥയ എന്നും പറയുന്നു. നോക്കണം അവിടെ. വധിപ്പാൻ കൊണ്ടുപോകുന്നവർക്ക് ചെയ്യുന്ന മട്ടിലുള്ള പൂജകൾ, അത് ഈ അവസാനമായിട്ട് ഈ ബലി കൊടുക്കാൻ കൊണ്ടുപോകും പൂജകളൊക്കെ വേണമല്ലോ, അതൊക്കെ വളരെ വിശദമായിട്ട് ചെയ്തു. മഹത്തായ ഗീത
മഹത്തായ ഗീതസ്തുതി, പാട്ട്, സ്തുതി, സ്തോത്രം, അതുപോലെ തന്നെ മൃദംഗ പണവഘോഷേണ ച, മൃദംഗവും പണവും എന്നുള്ള വാദ്യങ്ങളുടെ ഘോഷത്തോടുകൂടി പുരുഷ പശു, മനുഷ്യനാകുന്ന ആ ബലിമൃഗത്തെ ഭദ്രകാള്യ പുരത, ഭദ്രകാളിയുടെ മുമ്പിൽ ഉപവേശയാമാസു, ഉപവേശിപ്പിച്ചു കൊണ്ടുപോയി. എല്ലാ വാക്കുകളും കിട്ടിയല്ലോ ഇല്ലേ? അധ പണയസ്തം സ്വവിധന അഭിഷിച്യാഹതേന വാസസാച്ഛാദ്യ ഭൂഷണാലേപ സ്രക്തിലകാദിഭിരുപസ്കൃതം ഭുക്തവന്തം ധൂപ ദീപ മാല്യലാജകിസലയാങ്കുരഫലോപഹാരോപേതയാം വൈശസംസ്ഥയാ മഹതാ ഗീതസ്തുതി കോമാമൃദംഗ പണവ ഘോഷേണ ച പുരുഷപശും ഭദ്രകാള്യ പുരത ഉപവേശയാമാസു. അധ വൃഷളരാജ 18 അധ വൃഷളരാജപണി പുരുഷപശോരാസൃഗാസവേന ദേവീം ഭദ്രകാളീം യക്ഷ്യമാണസ്തദാഭിമന്ത്രിത ആസീം അതികരാള നിശിതം ഉപാദതേ. അധ വൃഷളരാജപണി പുരുഷപശോ അസൃഗാസവേന ഭദ്രകാളീം യക്ഷ്യമാണഃ തദഭിമന്ത്രിതം, അഭിമന്ത്രിക്കപ്പെട്ടതും അതികരാളം വളരെ ഭയങ്കരമായ നിശിതം മൂർച്ചയുള്ളതും ആസീം ഖഡ്ഗത്തെ ആദതേ എടുത്തു. അധ വൃഷളരാജപണി പുരുഷ പശോരാസൃഗാസവേന ദേവീം ഭദ്രകാളീം യക്ഷ്യമാണസ്തദഭിമന്ത്രിതം ആസീം അതികരാള നിശിതം ഉപാദതേ. അസിമന്ത്രിതം അസി തദഭിമന്ത്രിതം അല്ലേ? തദഭിമന്ത്രിതം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അസിം ഖഡ്ഗത്തെ തദഭിമന്ത്രിതം അതികരാള നിശിതം ഉപാദതേ. മന്ത്രിതം അസിമതികരാള നിശിതമുപാദതേ. അസിം ഖഡ്ഗത്തെ മന്ത്രിതം അസിമതികരാള നിശിതം ഉപാദതേ. വാക്കുകളൊക്കെ കിട്ടിയോ? ഇതി തേഷാം വൃഷളാനാം രജസ്തമപ്രകൃതീനാം ധനമദരജ ഉത്സിക്തമനസാം ഭഗവത്കലാവീരകുലം കദർത്ഥീകൃത്യോദ്ഭതേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണാം കർമാതിദാരുണം യദ്ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃത സൂനായാം അപി സൂനായാമപ്യനസുമതമാലംബനം തദുപലഭ്യ ബ്രഹ്മതേജസാതിദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷാ സഹസോച്ചചാടസൈവ ദേവീ ഭദ്രകാളി ബ്രഹ്മർഷിസുതസ്യ തദുപലഭ്യ നിർവൈരസ്യ സർവഭൂതസുഹൃദ സൂനായാം അപി അനനുമതേന അനുവദിക്കപ്പെടാത്തതായ കർമ്മം. ആ വാക്ക് എങ്ങനെയാണ്? അതൊന്ന് നോക്കിയോ. മൂന്നാമത്തെ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയ ഞാൻ ആ വാക്കുകൾ വായിച്ച് ഒന്നുകൂടെ വായിക്കാം ആദ്യം തൊട്ട്. ഇതി തേഷാം വൃഷളാനാം രജസ്തമ പ്രകൃതീനാം, രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സ്വഭാവക്കാരനും ധനമദരജ ഉത്സിക്ത മനസാം ഭഗവത്കലാവീരകുലം കദർത്ഥീകൃത്യ ഉത്പഥേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണാം കർമാതിദാരുണം യത് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃദ സൂനായാമപി അനുമതം ആലംബനം സർവഭൂതസുഹൃദ ആലംബനം നിർവൈരസ്യ സർവഭൂതസുഹൃദ ആലംബനം
സുഹൃതസൂനായാം അപി അനുമതമാലംബനം തദുപലഭ്യ ബ്രഹ്മതേജസ അതിദുർവിഷഹേണ ഗന്ധഹ്യമാനേന വപുഷ സഹസ ഉച്ചചാട സാ ഏവ ദേവി ഭദ്രകാളി. ആ ഭദ്രകാളി ദേവി ഉച്ചചാട പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ വരെ പറയാം. ഹരി ഓം.